കിടക്കേ. ഇതിന് വല്ല പടക്കം വെച്ച് കൊല്ലാൻ. ഓ എണീറ്റാ? പോയി പല്ലിയേക്ക് കാപ്പി എടുത്ത് വെച്ചിരിക്കണേ. ചന്ദ്രനാ അവൻ കാപ്പികൾ മറ്റും കുടിച്ച്. എണീക്കാൻ താമസിച്ചു. എല്ലാം ആ കാട്ടുപന്നി കുത്തിമറിച്ചിട്ടേക്കണതാ. അമ്മൂനൊന്ന് സ്കൂളിൽ പോകണ്ടേ? അയ്യേ, ഇന്ന് സ്കൂൾ അടപ്പല്ലേ. ചേച്ചി ഇന്നലെ വരുന്ന വഴിക്ക് എൻ്റെ സ്കൂൾ കണ്ടില്ലേ? ഇല്ല. സ്കൂളിലെ തേരിയില്ലേ ചിലപ്പോൾ ആന ഇറങ്ങും. ഇവിടെ ആന ഇറങ്ങുമോ? പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്. പന്നി, പോത്ത്, ആന, പുലി എല്ലാം. കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടിയാന വെള്ളം കുടിക്കാൻ വന്നു. അത് അവിടുത്തെ ആ ചതുപ്പ് പെട്ടുപോയി. ഒരു ദിവസം അവിടെ കിടന്നു. പിന്നെ എങ്ങനെയോ കയറി രക്ഷപ്പെട്ടു. ഞാൻ പോട്ടെ. ആ.
അതെ, വീട്ടിലോട്ടൊന്ന് വിളിക്കണമായിരുന്നു. എവിടെ നിന്ന് വിളിക്കാനൊന്നും പറ്റില്ല, അതിൻ്റെ ഒന്നുമില്ല. കാപ്പി കുടിച്ചിട്ട് പോവാ. ഡേ, ഞാൻ ആ ഉണ്ണിക്ക് എത്രയാണ്? 500 കൊടുത്തത്. ആ വാ, 500 തന്നെ. ഓട്ടോയ്ക്ക് 300, JCB കാരന്. ഇതിപ്പോ എല്ലാം തീരുവണ്ണ. ഡേ, പോയിട്ട് മലമറിക്കണ പണിയൊന്നുമില്ല. കൺട്രാക്ട് വന്ന് ചോദിക്കുമ്പോൾ കാശിൻ്റെ കണക്ക് പറയേണ്ടത് ഞാനാണ്. കാശടിക്കും. വാ, 1 2 3 4 5 7 7 7. ജയണ്ണ, എന്താടാ? നമ്മുടെ ഈ വർഷത്തെ കുരുമുളകിന്റെ ലേലം അത് അടുത്ത മാസമാണ്. അടുത്ത മാസമാണ്. കഴിഞ്ഞ വർഷം 31 ലക്ഷത്തിനാണ് ലേലം പോയത്. അത് മുതലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എപ്പോഴും എന്നെ കാണുമ്പോൾ മോങ്ങലാണ്. ആർത്തിക്കാരൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഡേ രമേശ, ആ നമുക്കൊരു കോള് തോന്നിട്ടുണ്ട്. എന്തിനാണ്? ഈ ചരിഞ്ഞു ഉണങ്ങിയൊക്കെ നിൽക്കുന്ന മരങ്ങളിൽ ഓ, അത് മുറിക്കുന്ന ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. തന്നെ അത് പിടിച്ചിരിക്കുന്ന നമ്മുടെ ഒരു പാർട്ടിയാണ്. നമുക്കല്ല ഗുണമുള്ള കേസ് തന്നെയാണ്. വാ, പക്ഷേ അത് ഉണങ്ങിയ മരം മാത്രം മുറിച്ചാൽ പോരാ. അണ്ണൻ പറഞ്ഞാ മതി. പോവാം. ശരിയണ്ണ. വാ, നീ ചെല്ല്. ഇന്ന് ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം നടക്കാൻ പോണില്ല. ഓ, ഇങ്ങോട്ട് ഇന്നാ കെട്ടി എടുത്താ. നടക്ക് നടക്ക്. ഡേ, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്ന്?
ആ പെങ്കൊച്ചിനെ കൊണ്ട് ഈ നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? നീ എന്തൊരാളടെ? നാട് കാണിക്കാൻ ഇവിടെ എന്തിരിക്കണത്? കുറെ ചത്ത് ജീവിക്കണ മനുഷ്യരും പന്നികളും പോത്തുകളും എല്ലാം ഉണ്ട്. നിന്നെയൊക്കെ കിട്ടിയ ആ പെണ്ണെ പറഞ്ഞാൽ മതിയല്ലേ, അവളുടെ ഗതികേട്. എന്നാ ശരിയടാ, അടിവാരം വരെ പോയിട്ട് വരാം. പിന്നെ കല്യാണം കഴിഞ്ഞെന്ന് കരുതി ഇവിടുത്തെ പണിയൊന്നും ഉഴപ്പരുത് കേട്ടാ. ഈ പന്നിയുടെ ശല്യം കാരണം ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ഇതെങ്ങനെ നശിപ്പിച്ച പോലീസ് പിടിച്ചാലും കൊള്ളാം, ഞാൻ അതിനൊക്കെ ഒന്ന് പൊരിക്കും. ഞാൻ ഈ പന്നിയുടെ ശല്യമല്ല ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മ പറഞ്ഞ ഇവിടെ ആന ഇറങ്ങുന്നു. അമ്മേ, ഞങ്ങളുടെ മുറിയിലെ വെളിച്ചം അണയ്ക്കാൻ പറ്റുമോ? ഓ, അതൊക്കെ അവൻ്റെ ഓരോ കുന്ത്രാണ്ടങ്ങളാണ്. നമ്മളത് തൊടാൻ പോലും താമസിക്കൂല. എനിക്കങ്ങനെ വെട്ടത്തിൽ കിടന്നുറങ്ങിയ ശീലമില്ല. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ താമസിക്കാം. അണ്ണം കിടന്നാൽ അപ്പോഴേ ഉറങ്ങും. അവന് ചെറുപ്പത്തിൽ ഇട്ടത്തിറക്കാൻ പേടിയാ, അതിപ്പോഴും മാറിയിട്ടില്ല. എപ്പോഴും അത് പണിഞ്ഞോണ്ടിരിക്കണ കാണാം. നമ്മുടെ ഇപ്പുറത്ത് പൊളിഞ്ഞെടുക്കുന്ന വീടാരുടെ? ഓ, അതൊരു തമിഴിൻ്റെയാ, സഹായം എന്നാ പേര്. അങ്ങനെ ആരെയും സഹായിക്കണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങേര് വീട് വിട്ട് അടിവാരത്തേക്ക് പോയപ്പോൾ ചന്ദ്രൻ ചെന്ന് ചോദിച്ചതാ വാടകയ്ക്ക്. അപ്പം അങ്ങേര് ലോകത്തില്ലാത്ത കാശ് പറഞ്ഞു. ഇപ്പേ എന്തിനു പറയണ്, അതങ്ങനെ കിടന്ന് നശിച്ച്. ഇവിടെ എത്ര കുടുംബങ്ങൾ കാണും? ഒരു 100-150 കുടുംബങ്ങൾ കാണും. ഞാൻ ഇവിടെ വന്ന സമയത്ത് 2000-ഓളം വരും. അത്രയോ? ആ, എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ കണ്ടേ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായിരുന്നത്. അന്ന് ഇതേപോലെയൊന്നുമല്ല. വലിയ ഫാക്ടറിയും യന്ത്രങ്ങളും പിന്നെ തൊഴിലാളികളും കച്ചവടവും തിരക്കും. ഇവിടുത്തെ കാറ്റിന് വരെ എന്തൊരു മണാണ്, ഏലത്തിൻ്റെയും ഗ്രാമ്പൂൻ്റെയും. മലയിടുക്കിലെ കാറ്റിൻ്റെ ശബ്ദം മോള് കേട്ടിട്ടുണ്ടാ? അതിന് വരെ എന്തൊരു താളമാണ്. കിളുന്ത് തേയിലത്തോട്ടങ്ങളായിരുന്നു ഇവിടെ മൊത്തവും. ഇപ്പം എല്ലാം പോയി. എന്നോ ഈ നാട് മുടിഞ്ഞു തുടങ്ങി. കച്ചവടവും പൊളിഞ്ഞു, കടവും കയറി. മുതലാളി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായി. ഒരുവിധം ഗതിയുള്ളവരൊക്കെ അടിവാരത്ത് സ്ഥലം വാങ്ങിച്ച് നമ്മൾ കുറച്ചുപേര് മാത്രം ഈ കാടിനകത്തായിപ്പോയി.